ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചായക്കടിയാണ്. റവ വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുറം ഭാഗം നല്ല മുരുമുരാന്നിരിക്കുന്ന ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു റവ വെച്ചിട്ടുള്ള ഈ ഒരു ബോണ്ട എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പം നമ്മുടെ ബോണ്ട തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് റവ തന്നെയാണ്. അപ്പം ഞാനിവിടെ ഒരു കപ്പ് അളവിൽ റവയാണ് എടുത്തിട്ടുള്ളത്. വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമ്മൾ എടുത്തിട്ടുള്ള റവ നമുക്ക് ഒരു ബൗളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഏത് കപ്പിലാണോ റവ എടുത്തിട്ടുള്ളത് അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് അളവിൽ തൈര് കൂടെ നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അധികം പുളിപ്പില്ലാത്ത തൈര് വേണം എടുക്കാനായിട്ട്. ഇനി തൈരും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. നമ്മൾ 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുന്ന സമയത്ത് ഈ റവ നല്ലതുപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കുറച്ചുകൂടെ ഒന്ന് കുതിർന്ന് ഒന്ന് തിക്കായിട്ട് വരും. ഇപ്പം ഞാനൊരു 10 മിനിറ്റോളം ഒന്ന് മാറ്റി വെച്ച് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ റവയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ചുകൂടെ ഒന്ന് തിക്കായിട്ടും വന്നിട്ടുണ്ട്. ഈ ഒരു സമയം വേണം നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. നമ്മുടെ ഈ ഒരു ബോണ്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവെന്ന് പറയുന്നത് കുറച്ചൊന്ന് ലൂസായിട്ട് വേണം ഇരിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ തൈര് എടുത്തിട്ടുള്ള അതേ കപ്പിലാണ് 1/4 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു പരുവത്തിൽ വേണം റവ ഇരിക്കേണ്ടത്. ഈ ഒരു പരുവത്തിലൊന്ന് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പം അതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്തതിന് ശേഷം ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ജീരകമാണ്. ഞാൻ 1 ടീസ്പൂൺ അളവിൽ ജീരകം എടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്തതിന് ശേഷം കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുത്തതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റോളം കൈവച്ചിട്ട് തന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇങ്ങനെ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ബോണ്ട നല്ല സോഫ്റ്റ് ആയിട്ട് പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടിക്കോളും. നമ്മൾ ഇതിലേക്ക് സോഡാപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് ഈ ഒരു പരുവത്തിൽ വേണം മാവൊന്ന് ആക്കി എടുക്കാനായിട്ട്. ഇനി നമ്മളിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഉടനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് എണ്ണയൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് എണ്ണ കറക്റ്റ് ആയിട്ടുള്ളൊരു പരുവത്തിലായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരല്പം റവ എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത ഉടനെ തന്നെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഈ മാവ് നന്നായിട്ടൊന്ന് പതഞ്ഞൊന്ന് പൊങ്ങി വന്നു കഴിഞ്ഞാൽ എണ്ണ കറക്റ്റ് ആയിട്ടുള്ളൊരു ചൂടിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോണ്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് നമുക്ക് കുറേശ്ശെയായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഓരോ ബോണ്ടയ്ക്കുള്ള മാവും ഇട്ട് ഒരു 10 സെക്കൻഡ് കഴിഞ്ഞിട്ട് വേണം അടുത്ത ബോണ്ടയ്ക്കുള്ള മാവൊന്ന് ഇട്ട് കൊടുക്കാനായിട്ട്. ആവശ്യത്തിനുള്ള മാവൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു 30 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തൊന്ന് ഫ്രൈ ചെയ്യുന്ന സമയത്ത് എല്ലാ ബോണ്ടയും നമുക്ക് ഒരേ സമയം തന്നെ നല്ലതുപോലെ ഒന്ന് വെന്ത് വരും. അതുപോലെ തന്നെ എല്ലാ ബോണ്ടയും ഒരേ കളറിലൊന്ന് ആയി കിട്ടുകയും ചെയ്യും. ബോണ്ടയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരുന്ന സമയത്ത് എണ്ണയുടെ പതയൊക്കെ ഒന്ന് കുറഞ്ഞ് ഈ ബോണ്ട നമുക്ക് നന്നായിട്ടൊന്ന് തെളിഞ്ഞു കാണാൻ പറ്റുന്ന പരുവത്തിലൊന്ന് ആയി വരും. ആ ഒരു സമയം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇപ്പം നമ്മുടെ ബോണ്ടയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ബോണ്ടയും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ബോണ്ട പെട്ടെന്ന് തന്നെ പുറം ഭാഗം ഒന്ന് കളറായി വരും, പക്ഷേ ഉൾഭാഗം ഒട്ടും തന്നെ വേകാതെ ഇരിക്കും. അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ബോണ്ട ഒരുപാട് എണ്ണ കുടിക്കും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ എന്തായാലും തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.